9ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ന്യൂസ് ഫ്ലോറിൽ ഒരു പിറന്നാൾ ആഘോഷം അല്പസമയത്തിനകം ഉണ്ട്. അവിടെ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും കൂടിയാണ് ഈ പിറന്നാൾ ആഘോഷം എന്നറിയാം. കാരണം വരുന്ന ആശംസകളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതും അതാണ്. ഇന്ന് രാവിലെ 6:30 ജനം TV കോർപ്പറേറ്റ് ഓഫീസ് ഫ്ലോറിൽ 9ാം പിറന്നാൾ ആഘോഷത്തിന് തിരി തെളിയിക്കുകയും ചെയ്തിരുന്നു നേരത്തെ. ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് അവിടെ നിന്ന് ഓരോരുത്തരുടെ സഹപ്രവർത്തകരുടെ മനസ്സിലുമുള്ളത്. കാരണം 2015 മെയ് 31 ഓൺ എയർ പോയപ്പോഴും ഇതേ പ്രാർത്ഥനയോടെ നിന്ന സഹപ്രവർത്തകരുണ്ട്. പലരും ഇപ്പോഴും കരുത്തായി കൂടെയുണ്ട്. പിന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ഈ ജോലി മാറുന്നതും സ്ഥാപനങ്ങൾ മാറുന്നതും ഒക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോഴും കൂടെയുള്ളവരുണ്ട്. ഇവിടെ നിന്ന് മാറിപ്പോയവരുടെ എല്ലാം ഉള്ളിൽ ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മകൾ മാഞ്ഞിട്ടുണ്ടാകില്ല. എന്തായാലും നേരത്തെ പറഞ്ഞാൽ ഞങ്ങളുടെ ഡെസ്കിലും ആഘോഷം നടക്കുന്നുണ്ട്. ഡെസ്കിൽ നിന്ന് CG ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ആശംസയൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ധന്യ വലിയൊരു ദേശീയവാദിയാണ്. ധന്യ ജനം TV സ്ഥിരമായി കാണാറുള്ള ആളാണ്. ധന്യ ചോദിച്ചിരുന്നു പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു, അപ്പോൾ തന്നെ പായസമൊക്കെ ഉണ്ടോ ബ്രോ എന്ന് ചോദിച്ചിരുന്നു. ഉമേഷ്, കേക്കാണ് കട്ട് ചെയ്യുന്നതെന്ന് അറിയാം, ഇങ്ങോട്ടേക്ക് കൂടി കൊണ്ടുവരണം. എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ, ആഘോഷം എങ്ങനെയൊക്കെയാണ്? ലക്ഷ്മി, ഓണറിൽ നിൽക്കുമ്പോഴും ഫീൽഡിൽ ലൈവിൽ നിൽക്കുമ്പോഴും ഒക്കെ നമ്മുടെ കരുത്ത് ആഘോഷങ്ങളിലേക്ക് വരാൻ മുമ്പ് നമ്മുടെ കരുത്ത് നമ്മുടെ ന്യൂസ് ഡെസ്ക്കാണ്. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2015 നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ ഇവിടെയുണ്ട്. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, അതിന് ശേഷം ആഘോഷങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ കേക്ക് മാത്രമല്ല പായസമുണ്ട്. അതിനൊക്കെ ഒരു സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാൻറ്റീനിലെ ചേച്ചിമാർ. അപ്പോഴൊക്കെ അവർ ആ പായസം തരുള്ളൂ, നമ്മൾ ചോദിക്കുമ്പോഴും തരില്ല. നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ജിനേഷ് പനമ്പിള്ള ഇവിടെ ഇരിപ്പുണ്ട്. കഥകളിയിലൂടെ പ്രേക്ഷകർ എപ്പോഴും കണ്ടു പരിചിതമാണ്. നമ്മുടെ ജനം TV തുടങ്ങുന്ന ക്യാമ്പ് തുടങ്ങിയ സമയം മുതൽ അദ്ദേഹം നമ്മുടെ ജനം TVയുടെ ഭാഗമാണ്. ഇപ്പോഴും ഇൻപുട്ട് ഔട്ട്പുട്ട് എഡിറ്ററായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തസ്തിക. അങ്ങനെയാണ്. എന്നാൽ എല്ലായിടത്തും എപ്പോഴും നിറഞ്ഞു കാണാം. 9 വർഷമാകുന്നു ജനം TVയിൽ വന്നിട്ട്. എന്ത് തോന്നിപ്പോൾ? വളരെ സന്തോഷമുണ്ട്. ജനം TV പോലൊരു മാധ്യമത്തിൻ്റെ കൂടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ, അതായത് കേരളത്തിൽ വളരെ പരിവർത്തനത്തിന് മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഇതുവരെ ജനം TVക്ക് പ്രേക്ഷകർ തന്ന പിന്തുണ അത് തുടർന്നുണ്ടാവണമെന്നാണ് ആഗ്രഹം, ഒരു പ്രാർത്ഥനയുണ്ട്. ശരി, ദിനേഷിൻ്റെ കഥകളിക്ക് തുടക്കമിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി നമുക്കൊപ്പം ഉണ്ട്. ശ്രീ കൃഷ്ണേട്ടൻ നമ്മുടെ തുടക്കത്തിൽ ഡെസ്ക് ചീഫ് ആയിരുന്നു. അങ്ങനെ വലിയ തസ്തികയിൽ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് കഥകളിക്ക് തുടക്കമിട്ടു. പിന്നീട് ഇടയ്ക്ക് നമ്മൾ നിന്ന് അല്പം മാറി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി വീണ്ടും തിരിച്ചിപ്പോൾ ന്യൂസ് എഡിറ്ററായി മടങ്ങിയെത്തിയിരിക്കുന്നു. ആ രണ്ട് വ്യത്യാസം, ഒന്നിലധികം സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച ആളെന്നും ജനം TVയിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴും ജനം TVയും മറ്റ് സ്ഥാപനങ്ങളും തമ്മിൽ എങ്ങനെയാണ് ഒരു അടയാളപ്പെടുത്താൻ സാധിക്കുക? അല്ല, ഇത് കുറച്ചുകൂടി ഫ്രീഡം ഉള്ള, കുറച്ചുകൂടി ഏകോപനമുള്ള ഒരു സ്ഥാപനമാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിവിടുന്ന് ജോലി 1 വർഷം പൂർത്തിയാക്കി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴും അത് 8 വർഷം പിന്നിടുമ്പോഴും ഇവിടുത്തെ സൗഹൃദങ്ങൾ അതേപടി നിന്നു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്നത്. എവിടെയും ഞാൻ പറയും. കാരണം ജനം ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു. ആ ഗ്രൂപ്പിലൂടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. ഇവിടെ കിടക്കുന്ന സ്റ്റാഫുകളുടെ കല്യാണം, അവരുടെ വീട് പാല്, ചിലവരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കാളിയാക്കാനായി അവർ വിളിക്കുമായിരുന്നു. പറ്റുന്നിടത്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു കുടുംബം എന്ന ഫീൽ നമുക്ക് തരുന്ന ഒരിടമാണ്. അതിലൊരു തർക്കവുമില്ല. അതുതന്നെയാണ് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത്. എന്താണ് ജനം TVയുടെ പ്രേക്ഷകരോട് പിറന്നാൾ ദിനത്തിൽ ന്യൂസ് എഡിറ്റർ നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു 9 വർഷം ഒരു ചാനൽ പൂർത്തിയാക്കുന്നത് വലിയൊരു കടമ്പയാണ്. കാരണം ഒരുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ സ്പന്ദനമായി പ്രവർത്തിക്കുന്നത് വലിയൊരു നേട്ടമാണ്. അത് കൃത്യമായി പൂർത്തിയാക്കുന്നുണ്ട് ഈ ചാനൽ. നമ്മൾ ഒരുപാട് താഴേക്ക് എപ്പോഴും പോയിട്ടില്ല. നമ്മളൊരു കൃത്യമായ സ്ഥിരത പുലർത്തി, ചിലപ്പോഴൊക്കെ ഉയർന്നു പൊങ്ങി, എങ്കിലും താഴേക്ക് വരുമ്പോൾ ഒരു സ്ഥിരത പുലർത്തുന്ന ഒരു ചാനലാണ് പ്രേക്ഷകർക്കിടയിൽ. അതുകൊണ്ട് തന്നെ അതൊരു അഭിമാന നേട്ടമാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഒരു അഭിമാനം എന്നത് നമ്മൾ എപ്പോഴും യുവത്വം നിലനിൽക്കുന്ന ഒരു ന്യൂസ് ഡെസ്ക് ആണ്. കാരണം എപ്പോഴും ഇവിടെ എല്ലാം ചെറുപ്പക്കാരാണ് നിറഞ്ഞുള്ളത്. ഈ കൃഷ്ണാജിയുടെ പോലുള്ള മുതിർന്ന ചില അപ്പൂപ്പാരുണ്ടെങ്കിൽ പോലും ബാക്കി വലിയ ഒരു യുവ സമ്പത്ത് നമുക്കുണ്ട്. ആ യുവ സമ്പത്തിൽ ഏറ്റവും കരുത്തനായ ഒരു യുവാവ് പ്രതിനിധിപ്പുണ്ട്. KP സുരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വാർത്ത വായിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. നമ്മുടെ യുവാക്കളുടെ അഭിമാനമായി മാറിയ KP, എങ്ങനെയുണ്ട് ജനൻ TVയോടൊപ്പമുള്ള വർഷങ്ങൾ? ഏതായാലും ഉമേഷ് ഒരു വാസ്തവം പറഞ്ഞതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. ജനൻ TVയോടൊപ്പം ചേർന്നിട്ട് എനിക്കിപ്പോൾ 8 വർഷമായി. ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ വേറൊരു ചാനലിൽ നിന്നാണ് ഈ ഒരു ചാനലിലേക്ക് വരുന്നത്, കൈരളി ചാനലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ 8 വർഷം കഴിഞ്ഞിപ്പോൾ 9ാമത്തെ വർഷത്തേക്ക് കടക്കുമ്പോഴും ഒരുപാട് വലിയ സന്തോഷം തന്നെയാണ്. കാരണം ജനൻ TVയെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ മറ്റ് ചാനലിൽ ഒരുപാട് വ്യത്യസ്തമാണ്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ഒരു ജനം ഫാമിലി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പം ഒരു വീട്ടിലുണ്ടാവുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും അതാണെന്ന് തോന്നുന്നു ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ ജനത്തെ ഹൃദയത്തിലേറ്റുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പുറത്ത്. കാരണം അവരുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നു, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കിട്ടുന്നു. അതൊക്കെയാണ് നമ്മളെ ഈ ഒരു ചാനൽ തന്നെ പിടിച്ചിരുത്തുന്നതും. പിന്നെ ഒരു ജനം പുതിയ മുഖത്തോടുകൂടി പുതിയ ഒരു ഫേസിലേക്ക് കടക്കുകയാണ്. ഒരു 10ാം വർഷം എന്ന് പറയുമ്പോൾ അത് ആ പ്രേക്ഷകർക്കും ഇനി അങ്ങോട്ടത് കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയുമല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും ഈ ഒരു ചാനലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷവുമുണ്ട്, അഭിമാനവുമുണ്ട്. പ്രേക്ഷകരോടും പറയാനുള്ളത് ഇനിയും ജനത്തെ ഹൃദയത്തോട് ഇനിയും ചേർത്ത് വയ്ക്കണം എന്ന് തന്നെയാണ്. ഏതൊരു ചാനലിൻ്റെ ഇപ്പോഴത്തെ മുഖമാണ് ഡിജിറ്റൽ സോഷ്യൽ മീഡിയ. നിങ്ങൾ ജനൻ TVയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ട്രോളുകൾ, ചില കാർഡുകളൊക്കെ പടച്ചുവിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡിജിറ്റൽ ടീമാണ് നിതിൻ ആൻഡ് ടീം. നിതിൻ, എങ്ങനെയുണ്ട് ജനൻ TVയോടൊപ്പമുള്ള? നിതിൻ ഇപ്പോൾ വന്നിട്ട് 3 വർഷമാകുന്നു അല്ലേ? എങ്ങനെയുണ്ട് ജനൻ TVയോടൊപ്പമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ ആ ഒരു ഇടം? ഞങ്ങൾ ഈ മാധ്യമ മേഖല തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ജനൻ TV തന്നെയാണ്. ഇപ്പോൾ സ്ഥിരം മലയാള മാധ്യമത്തിനൊരു സ്വഭാവമുണ്ട്, ഇടതുപക്ഷ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമുണ്ട്, പൊതുവായിട്ടുള്ളവർ പറയാതെ പറയുന്ന രാഷ്ട്രീയമുണ്ട്. അതിൽ നിന്നൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് ജനൻ TV വന്നത്. ജനം മാധ്യമ മേഖല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമുള്ള ജനൻ TVയിൽ ഒരു 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു ടീമിൻ്റെ ഭാഗം കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു ടീം എന്ന് ജനം എന്ന് പറയുന്നൊരു ടീമാണ്. മറ്റൊരു മാധ്യമത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും ടീം ജനം എന്ന് പറയുന്നതിനൊരു വികാരമാണ്. സോ ഈ ഒരു ടീമിൻ്റെ കൂടത്ത് ഇപ്പോൾ ഈ ഒരു 10ാം വയസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഭാഗം കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഇത് വളരെ ഗൗരവമായ ചില വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഡിജിറ്റലിൻ്റെ ടീം വളരെ ആസ്വദിച്ച് തമാശകൾ പറയുന്നത് പൊട്ടിച്ചിരിക്കുന്നു. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത പോലെയാണ് നിങ്ങൾ പലപ്പോഴും പെരുമാറുന്നത്. പക്ഷേ ഔട്ടിലൊന്നും കാണുന്നില്ല. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കും? പലപ്പോഴും വാർത്തകൾ വരുമ്പോൾ നമ്മളവിടെ ടെൻഷൻ അടിക്കും. ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും കാണുന്നത് വളരെ കളിചിരിയും തമാശയൊക്കെയാണ് പലപ്പോഴും കാണുന്നത്. ഇനി കേട്ടിട്ട് മാനേജ്മെൻറ്റ് എന്തെങ്കിലും പറയുമെന്നറിയില്ല. എന്നാൽ പോലും എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അത് ഞങ്ങളുടെ ടീമിൻ്റെ തന്നെ പ്രത്യേകത തന്നെയാണ്. ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ടീം ഞങ്ങളുടേതാണ്. അപ്പോൾ ടീമിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ വർക്ക് പ്രഷറോ ഒന്നുമില്ലാത്ത ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സോ ടീം അതാണ് നമ്മുടെ പവറും എൻ്റർടൈൻമെൻറ്റും എല്ലാം. ഈ പലപ്പോഴും ഒറ്റ കാര്യം കൂടെ, അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, പണിയുണ്ടെന്നറിയാം. പലപ്പോഴും ട്രോളുകൾ, ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റായിട്ട് അവരെ പറയാതെ ചില ട്രോളുകളൊക്കെ പഠിച്ചു വിടുന്നത്. അതിന് തുടക്കം കുറിച്ചത് ജനൻ TVയുടെ വെബ് പേജും ഫേസ്ബുക്ക് പേജും ഒക്കെയാണ്. അതിലേക്കൊക്കെ ട്രിഗർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ പലരും ഈ മേഖലയിൽ ഈ സെക്ഷനിൽ ജോലി ചെയ്യുന്ന പകലും ജന്മസിദ്ധപരമായിട്ട് ട്രോൾ മേഖലയിൽ നിന്നൊക്കെ വന്നവരാണ്. സോ എന്തിലും നർമ്മം കാണുന്നവരാണ്. സോ ഒരു സാധനം കാണുമ്പോൾ അതിൻ്റെ മറ്റൊരു സൈഡ് കൂടെ, നർമ്മപരമായിട്ടുള്ള സൈഡ് കൂടെ അതിൽ പറയാൻ പറ്റും. നമ്മുടെ കാർഡുകളിൽ ഇതുപോലെ ട്രോൾ പരമായിട്ടുള്ള കാർഡുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ശ്രീമോനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ശ്രീമോനാണ് നമ്മുടെ ഒരു ട്രോളുകളുടെ ഏറ്റവും സൃഷ്ടാവ്. അപ്പോൾ ശ്രീമോൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ശ്രീമോനെ, എങ്ങനെയാണ് ഈ ട്രോളുകളെ പറ്റിയൊക്കെ? ട്രോളുകളൊക്കെ പടച്ചുവിടുന്നത് ശ്രീമോനാണെന്നാണ് നിങ്ങളുടെ ബോസ് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ട്രോളിൻ്റെ പിന്നിലേക്ക്? ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ചില ട്രോളുകളൊക്കെ എടുത്ത് വീശുന്നത് കണ്ടു. എങ്ങനെയാണ് ഈ ട്രോളുകളിലേക്കൊക്കെ എത്തുന്നത്? വലിയ ചർച്ചയായ 1-2 കാർഡുകളുണ്ട്. IPL-മായി ബന്ധപ്പെട്ടാണെങ്കിലും പിന്നീട് മഞ്ഞുമേൽ ബോയ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിലും ചില ട്രോൾ കാർഡുകളൊക്കെ ഉണ്ട്. അതിന് പിന്നിലെ ഒരു ചേതോവികാരം എന്താണ്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? എല്ലാം ടീം തന്നെയാണ്. ടീമായിട്ടൊരു നമ്മൾ ആലോചിക്കുന്നു, ഒരു കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ടീം സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ. ആ ഒരു ഐഡിയ പിന്നെ അവരിൽ നിന്ന് ഭയങ്കരമായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എല്ലാ രീതിയിലുള്ള ഒരു ടീം മാനേജ്മെൻറ്റാണ്. എല്ലാം ഒരു ടീമായിട്ട് പോകുന്നതുകൊണ്ട് നമ്മളൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്
സംബന്ധമായ പല രീതിയിലുള്ള ഐഡിയകൾ വരും. അങ്ങനെയുള്ളത് പിന്നെ ഓൾറെഡി ഞങ്ങളെല്ലാവരും ട്രോൾ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ഇതിന്നിപ്പോൾ നമ്മളാരും വലിയ രീതിയിൽ പഠിച്ച ഈ മേഖലയിൽ പഠിച്ചതല്ല, പക്ഷേ ഈ മേഖല ഭയങ്കരമായിട്ട് പാഷനായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ ഭയങ്കരമായിട്ട് വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ വീണ്ടും പഠിച്ച് ആ ഒരു ഇതിലുണ്ട് നമുക്കിപ്പോൾ നല്ലൊരു രീതിയിൽ ട്രോള് രീതിയിലേക്ക് വരെ കണ്ടൻറ്റുകൾ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. ഭയങ്കര വിനയമാണ് എന്തായാലും ശ്രീമോനുള്ളത്. അതുകൊണ്ട് എല്ലാം ടീമിന് നൽകിയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കൂടി വിളിക്കേണ്ടിയിരിക്കുന്നു. കേക്ക് മുറിക്കാനുള്ള സമയമായിപ്പോട്ട് നമ്മുടെ ചീഫ് എഡിറ്റർ പ്രദീപ് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കൂടി ക്ഷണിച്ച് നമുക്ക് ആ ചടങ്ങുകളിലേക്ക് കടക്കാം. ചേച്ചി പോകണോ? വരൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് പായസം തരുന്ന ക്യാൻറ്റീൻ ചേച്ചിമാരിൽ ഒരാളാണിത്. ജനത്തിന് തുടക്കം മുതൽ നമ്മോടൊപ്പം ഉണ്ട്. എന്തായാലും ചേച്ചി മടങ്ങിയെത്താം. സാർ